അല്പം ഇങ്ങോട്ട് മാറി ഹോരേബ് പർവ്വതം എന്ന് പറയും. അവിടെ പാറ ഇങ്ങനെ പിളർന്ന് നിൽപ്പുണ്ട്. ഇപ്പോഴും അതിൽ നിന്ന് ഉറവ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ചെറിയ വെള്ളം നിന്നു പോയിട്ടില്ല. അതെന്തിനു വേണ്ടിയാണെന്നറിയാമോ? ആർക്കും കുടിക്കാൻ വേണ്ടിയൊന്നുമില്ല. ഹല്ലേലൂയ. എനിക്ക് വെള്ളം കർത്താവ് ഒരു ഉറവ തുറന്ന ഒരിക്കലും അടയ്ക്കത്തില്ല. ഒരു ശക്തിക്കും അടയ്ക്കാൻ പറ്റില്ല. ഇപ്പോഴും ആളുകൾ പോയി കാണും. സ്വോത്രം പറ ദൈവമക്കളെ, അതിനോട് സ്വോത്രം പറ. ഈ ചെങ്കടൽ പിളർന്ന് ഇങ്ങോട്ട് കയറി വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ചെങ്കടൽ പിളർന്ന് ഇങ്ങോട്ട് കയറി വരുമ്പോൾ അവിടെ പർവ്വതം നിൽക്കുക. ഭയങ്കര പർവ്വതമാണ്. ഈ ഭയങ്കര പർവ്വതം ചെങ്കടൽ പിളർന്ന് ഇസ്രായേൽ മക്കൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ സൗദി അറേബ്യയിലോട്ട് വരുമ്പോൾ ശ്രദ്ധിച്ചു കേൾക്കണം, ഭയങ്കര പർവ്വതമാണ്. ഈ പർവ്വതം നിൽക്കുമ്പോൾ എവിടെയെല്ലാം പർവ്വതം കയറാൻ അറിയാമോ? ശ്രദ്ധിക്കണേ, ഇവിടെ ശ്രദ്ധിച്ചു കേൾക്കണേ. കയറി വരുന്നിടത്തും ഭയങ്കര പർവ്വതം വരെയാ. ഈ പർവ്വതം കയറി ഇറങ്ങി പോകാൻ പറ്റുമോ? കർത്താവ് ചെയ്തെന്താണെന്നറിയോ? അതാ ഞാൻ പറഞ്ഞത്, ഒത്തിരി അത്ഭുതങ്ങൾ ഈ പുസ്തകത്തിൽ എഴുതാത്ത ഒത്തിരി അത്ഭുതമുണ്ട്. ആ കയറി വരുന്ന ഈ സ്ഥാനത്ത് ചെങ്കടൽ പിളർന്ന കൂട്ടത്തിൽ എന്ത് ചെയ്യുന്നറിയാമോ? ആ പർവ്വതത്തെ കൂടെ പിളർന്നു. പർവ്വതം പിളർന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് മാറിയിട്ടുണ്ട്. ആ പർവ്വതത്തിന്റെ ഇടയ്ക്കൂടെ സമതലത്തിൽ കൂടെ നടന്ന് ഈ ജനം മരുഭൂമിയിൽ ചെല്ലുന്നത് മനസ്സിലായോ? പിളർന്നിട്ട് ചെങ്കടൽ അടുപ്പിച്ച പോലെ അടുപ്പിച്ചില്ല. പർവ്വതം അങ്ങനെ നിൽക്കട്ടെ, ആരെങ്കിലും ഒക്കെ ചെന്ന് കാണുമല്ലോ, അല്ലെങ്കിൽ കണ്ടവരോ എന്ന് പ്രസംഗിക്കുമല്ലോ, അതിൽ നിന്ന് ഒരു സാക്ഷ്യമായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ചെങ്കടല് അങ്ങ് വീണ്ടും അടുപ്പിച്ചു. പക്ഷെ ആ വെട്ടിമുറിച്ച പർവ്വതം ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുകയില്ല. ദൈവമക്കളെ, നമ്മുടെ കർത്താവ് നിസ്സാരക്കാരനല്ല. അതിനോട് സ്വോത്രം പറ, സത്യോട് സ്വോത്രം പറ. അവന്റെ അത്ഭുതം ഇന്നും തീർന്നു പോയിട്ടില്ല. അവൻ ചെങ്കടൽ മാത്രമല്ല, അതിന്റെ മുമ്പിലുള്ള പർവ്വതത്തെ പിളർന്നു മാറ്റി. കഴിവുള്ളവർക്ക് ചെന്ന് കാണാൻ ഇന്ന് സാവകാശമുണ്ട്. അല്ലെങ്കിൽ നെറ്റിലൂടെ ഇന്റർനെറ്റിലൂടെ നമുക്ക് നോക്കി കാണുവാൻ നമുക്ക് അവസരമുണ്ട്. നിങ്ങളത് കാണണം. ദൈവത്തിലെ നമ്മുടെ ദൈവം മഹാത്ഭുതങ്ങളുടെ ദൈവമാണ്. ഒലിവുമല പിളർന്നു കഴിഞ്ഞു, ഒലിവുമലയ്ക്ക് ക്രാക്ക് വീണ് കഴിഞ്ഞു, ഒലിവുമല പിളർന്നു മാറാൻ റെഡിയായി നിൽക്കുകയാ. നമ്മുടെ കർത്താവ് ഒന്ന് വന്നാൽ മതി. ഇതാ യേശുവിന്റെ ദൈവത്തെ പോലെ ഒരുവനുമില്ല. അവനിതാ ആകാശ മേഘങ്ങളിൽ മേഘാരൂഢനായവൻ പല സമയമായി ഏത് കണ്ണ് അവനെ കുത്തി തുളച്ചവനെ കാണാൻ പോകുകയാ. ഇതാ കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയിൽ ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. യേശുവിന്റെ കാൽ ഒലിവുമലയിൽ വെക്കും. ഒലിവുമല രണ്ടായി കീറി മാറിപ്പോകും. ഒരു പാതി കിഴക്കോട്ടും ഒരു പാതി പടിഞ്ഞാറോട്ടും. ഒലിവുമല രണ്ടായി കീറി മാറും. ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണം. ഒലിവുമല മാറിപ്പോയി കഴിയുമ്പോൾ യേശുവും വിശുദ്ധന്മാരും ഉള്ളവർ ഇറങ്ങി കഴിയുമ്പോൾ യേശു ഒരു സിംഹാസനം വയ്ക്കും. സിംഹാസനം വെച്ചിട്ട് കുറെ ആളുകളെ അങ്ങ് വേർതിരിക്കും. ഇടയിൽ ചെമ്മരി ആടുകളെയും കോലാടുകളെയും വേർതിരിക്കുന്ന പോലെ അങ്ങ് ഭൂമിയിലുള്ള കുറെ ആളുകളെ വേർതിരിക്കും. നമ്മൾ നോക്കണം, ഇവരാരും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച ജനമല്ല. മഹാപീഡനത്തിലൂടെ കടന്നുപോയി അവസാനം ജീവശവങ്ങളായിട്ട് നിൽക്കുന്ന ഈ ഭൂമിയിലെ മനുഷ്യരാണ്. അവരിൽ ദൈവമക്കളെ ഉപദ്രവിച്ചവരെ മുഴുവൻ നരകത്തിലേക്ക് അങ്ങ് തള്ളും. ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുകയും. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് ആഹാരം തന്നില്ല. എനിക്ക് വെള്ളം തന്നില്ല. എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ആഹാരം തന്നില്ല. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് വെള്ളം തന്നില്ല. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എനിക്ക് വസ്ത്രം തന്നില്ല. നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ വന്നു കണ്ടില്ല. ഞാൻ തടവിലായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചില്ല. അവർ പറഞ്ഞു, കർത്താവേ, നീ എപ്പോൾ രോഗിയായിരുന്നു, നീ എപ്പോൾ തടവിലായിരുന്നു, ഞങ്ങൾ നിന്നെ വിശന്നവനായിട്ട് കണ്ടിട്ടേ ഇല്ലല്ലോ. കർത്താവേ, യേശുവേ, നീ ദാഹമുള്ളവനായി കണ്ടിരുന്നെങ്കിൽ ഞങ്ങൾ നിനക്ക് നല്ല നല്ല ഡ്രിങ്ക്സ് വാങ്ങിച്ചു തരും, ജ്യൂസ് വാങ്ങിച്ചു തരുമായിരുന്നു. വെള്ളമല്ലല്ലോ, നിനക്ക് ഏറ്റവും നല്ല പാനീയം ഞങ്ങൾ വാങ്ങിച്ചു തരുമായിരുന്നു. ഏറ്റവും വലിയ ഹോട്ടലിലെ ഫുഡ് ഞങ്ങൾ വാങ്ങിച്ചു തരുമായിരുന്നു. യേശു പറഞ്ഞു, നിങ്ങളുടെ നാട്ടിലെ പെന്തക്കോസ്തുകാര് അമ്മാമ്മമാരുണ്ടല്ലോ, ചേച്ചിമാരുണ്ടല്ലോ, ചേട്ടന്മാരുണ്ടല്ലോ, ആ എളിയവരുണ്ടല്ലോ, അവർക്ക് നിങ്ങൾ കൊടുക്കുന്നതൊക്കെ
എനിക്കാ നിങ്ങൾ നിഷേധിച്ചൊരു സ്വോത്രം പറഞ്ഞ ദൈവമക്കളെ, നമ്മളെ തൊടുന്നവൻ കണ്ണിന്റെ കർത്താവിന്റെ കണ്ണിൽ കൊത്തുകയാണ്. സ്വോത്രം. കണ്ണിന്റെ കൃഷ്ണമണി തൊടുക. സ്വോത്രം പറഞ്ഞ ദൈവമക്കളെ, നമ്മളെ ദൈവത്തിന് ഇത്ര പ്രാധാന്യമുണ്ടെങ്കിൽ, നമുക്ക് വെള്ളം തരുന്നവർ യേശുവിന് വെള്ളം കൊടുക്കുകയാണെങ്കിൽ, നമുക്കൊരു ഡ്രസ്സ് തരുന്നവർ യേശുവിന് വസ്ത്രം കൊടുക്കുകയാണെങ്കിൽ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ, നമുക്ക് ദൈവം തരുന്ന പ്രാധാന്യം എന്ത്? നമ്മളെ ആരായിട്ടാണ് നമ്മുടെ ദൈവം കാണുന്നത്? നന്ദിയോട് ദൈവത്തിന് സ്വോത്രം പറ. നിന്നെ ഉപദ്രവിച്ചാൽ അവർ നരകത്തിൽ പോകുമെങ്കിൽ നിനക്ക് ദൈവം തരുന്ന വില നീ അറിയണം. നീ നിസ്സാരക്കാരിയല്ല. നിന്നെ ഉപദ്രവിക്കുന്നവർ നരകത്തിൽ പോകും. അങ്ങനെ ഏത് മിടുക്കനാണെങ്കിലും, എത്ര ഉന്നതനാണെങ്കിലും, എത്ര ശ്രദ്ധനാണെങ്കിലും, ചെമ്മരിയാടും കോലാടും വേദനിക്കുന്നത് പോലെ ദൈവജനത്തെ ഉപദ്രവിച്ചവരോ ദൈവജനത്തെ ഉപദ്രവിക്കാത്തവരും തമ്മിൽ ദൈവം ഈ ലോകത്ത് വേദനിക്കാൻ പോകുക. നിനക്ക് ദോഷം ചെയ്തവരെ നരകത്തിൽ തട്ടുമെന്ന് ഈ പുസ്തകം പഠിപ്പിക്കുകയാണ്. അതേ ദൈവമൈതലേ, നീ ദൈവത്തിന്റെ പൈതലാ, നീ സ്വർഗത്തിന്റെ മകനാ, നീ ലോകക്കാരിയല്ല. നീ ലോകത്തിലായിരിക്കുന്നെങ്കിലേ നിന്നെ കുറിച്ച് സ്വർഗമാ തീരുമാനിക്കുന്നത്. നിന്നെ നടത്തുന്നത് യേശുവാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യേശു ഇവിടെ ഇറങ്ങി വരും. ഇറങ്ങി വന്ന തേജസ്സിന്റെ സിംഹാസനം വെക്കും. സിംഹാസനം വെച്ചിട്ട് ദൈവജനത്തെ ഉപദ്രവിച്ചവരെ മുഴുവൻ നരകത്തിലേക്ക് തള്ളും. ഉപദ്രവിക്കാത്തവരൊക്കെ ഇവിടെ കാണും. ഇപ്പൊ മനസ്സിലായോ? ജാതികൾ എങ്ങനെയാണ് 1000 ആണ്ട് വാഴ്ചയിലെത്തിയെന്ന് മനസ്സിലായോ? പിടികിട്ടിയോ? രക്ഷിക്കപ്പെട്ടിട്ടാണോ? സ്നാനപ്പെട്ടിട്ടാണോ? ദൈവമക്കളെ ഉപദ്രവിക്കാതിരുന്ന എല്ലാ ജാതികളെയും 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിപ്പിക്കും. ശ്രദ്ധിച്ച് കേൾക്കുക. 1000 ആണ്ട് വാഴ്ച എന്ന് പറയുന്നത് സ്വർഗമല്ല. എന്തല്ല? സ്വർഗമല്ല. ഈ 1000 ആണ്ട് വാഴ്ച വരുന്നവരെയെല്ലാം നിത്യതയിലേക്ക് ദൈവം കൊണ്ടുപോകത്തുമില്ല. പക്ഷേ ഇവരെന്തിനാ വെച്ചേക്കുന്നറിയുമോ? വിശുദ്ധന്മാര് മാത്രമായി ലോകത്ത് വരുന്നെങ്കിൽ, യേശു രാജാവായിട്ട് ഈ ലോകത്തെ ഭരിക്കുമ്പോൾ നമ്മൾ ആരെയാ ഭരിക്കുന്നത്? നമുക്ക് ഭരിക്കാൻ ആളുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പോൾ യേശു ഇവിടെ രാജാവായിരിക്കുമ്പോൾ ദൈവജനം ഭരണകർത്താക്കളായിരിക്കും. നമ്മൾ ഭരിക്കുന്നത് ഈ ലോകത്തിലെ ജാതികളെ ആയിരിക്കും. അന്ന് ജാതികൾ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കും. എല്ലാ ജാതിക്കാരും ഇവിടെ ഉണ്ടായിരിക്കും. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത എന്നറിയാമോ? ജാതികൾ മരിക്കും, ദൈവമക്കൾക്ക് മരണമില്ല. പിടികിട്ടിയോ? ഈ ലോകത്തുള്ള ജാതികൾക്ക് എന്തുകൊണ്ട്? മരണമുണ്ട്. ദൈവമക്കൾക്ക് എന്തില്ല? മരണമില്ല. ഈ ലോകത്തെ ജാതികളെ നമ്മൾ ഭരിക്കും. മാത്രമല്ല, യേശു ഇവിടെ 1000 ആണ്ട് വാഴ്ച തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഒരു ദൂതൻ ഇറങ്ങി വരും. ഇതാ, ഞാൻ വലിയൊരു ചങ്ങല പിടിച്ചുകൊണ്ട് ശക്തനായ ഒരു ദൂതൻ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. യോഹന്നാൻ പറയുകയാ, വലിയൊരു ചങ്ങല പിടിച്ചുകൊണ്ട്, അഗാധത്തിന്റെ താക്കോല് പിടിച്ചുകൊണ്ട് ശക്തനായ ഒരു ദൂതൻ ഇറങ്ങി വരുന്നു. ഈ ദൂതൻ ഇറങ്ങി വന്ന് പിശാചുക്കളെ മുഴുവൻ ബന്ധിച്ച് സകല പിശാചുക്കളെയും അഗാധ കൂപത്തിൽ തള്ളിയിട്ട് 1000 ആണ്ടേക്ക് അതിനെ അടച്ച് മുദ്ര വെക്കുന്നു. 1000 ആണ്ട് ഒരു പിശാച് പോലും ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കില്ല. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. സകല പിശാചുക്കളെയും പിടിച്ച് കെട്ടി ബന്ധിച്ച് ചങ്ങല കൊണ്ടിട്ട് പൂട്ടി അഗാധത്തിൽ തള്ളിയിട്ട് അതിനെ അടച്ചു പൂട്ടാൻ 1,00,000 ദൂതന്മാർ വന്നെന്ന് കാണുന്നില്ല. 1000 ദൂതന്മാർ ഒരുമിച്ച് ഇറങ്ങിയെന്ന് കാണുന്നില്ല. ഒരൊറ്റ ദൂതൻ, ശക്തനായ ഒരു ദൂതൻ ഇറങ്ങി വന്ന വാഴ്ചകളെ, അധികാരങ്ങളെ, അന്ധകാരത്തിന്റെ ലോക അധിപതികളെ, സ്വർലോക ദുഷ്ടാത്മ സേനകളെ, ലൂസിഫറിനെ വരെ പിടിച്ചു കെട്ടി അഗാധ രൂപത്തിൽ തള്ളിയിടാൻ ഇറങ്ങി വന്നത് ഒരു ദൂതനാണെങ്കിൽ, ദൈവത്തിന്റെ ദൂതന്മാരുടെ കരുത്ത് നമ്മൾ മറന്നു പോകരുത്. ഈ ദൂതന്മാരാ ദൈവത്തിലെ നിന്നെ കരുതുന്നത്. സ്വത്രം. ഈ ദൂതന്മാരുടെ കാവലിൽ നമ്മൾ ആയിരിക്കുന്നത്. ദൈവത്തിന്റെ മാലാഖമാരുടെ കരുതൽ നമുക്കുണ്ട്. ദൈവത്തിന്റെ മാലാഖമാരുടെ കാവൽ നമുക്കുണ്ട്. നന്ദിയോട് ദൈവത്തിന് സ്വത്രം പറ. ശക്തിയോട് ദൈവത്തിന് സ്വത്രം പറ. ഈ ലോകത്ത് സകല പിശാചുകളെയും പിടിച്ചു
ഈ ലോകത്ത് ദൈവമക്കൾക്ക് ആപത്തും അനർത്ഥവും ഒന്നും വരാതിരിക്കുന്നത് ഇവിടെ പിശാചിന്റെ സൗജന്യം കൊണ്ടൊന്നുമല്ല. പിശാച് നമ്മളെ തകർക്കുവാൻ എന്തെല്ലാം പരിപാടി ചെയ്യാമോ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, പ്രതികൂലങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, ഊരിൽ താഴ്വരയിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, ദൈവമക്കളെ, നമ്മളെ വിഴുങ്ങുവാൻ സാത്താൻ അലറുന്ന സിംഹമെന്ന പോലെ അവനങ്ങനെ അടുത്തു വരാറുണ്ട്. എന്നാൽ പിശാചിന് നമ്മളെ വിഴുങ്ങാൻ പറ്റാത്ത കാരണം എന്താണെന്നറിയാമോ? ഓരോ ദൈവ പൈതലിന്റെയും ഇടത്തും വലത്തും ദൈവം വടിയും കോലും വെച്ചിട്ടുണ്ട്. നമ്മളെ കൊണ്ട് കണ്ണുകൊണ്ട് കാണാനൊക്കാത്ത, നമ്മുടെ നഗ്ന നേത്രങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടിയിട്ടില്ലാത്ത ഒരു അദൃശ്യമായ വടിയും ഒരു കോലും ഓരോ ദൈവപൈതലിന്റെ ഇടത്തും വലത്തും ദൈവം വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. അതേ ദൈവപൈതലെ, നിന്റെ ഇടത്തും വലത്തും വടിയും കോലും ഉണ്ട്. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? പിശാച് വലതു ഭാഗത്തൂടാണ് നിന്നെ വിഴുങ്ങാനായിട്ട് സാത്താൻ അലറുന്ന സിംഹം പോലെ അലറിക്കൊണ്ട് അടുക്കുമ്പോൾ നമ്മൾ കാണുന്നില്ലെങ്കിൽ കർത്താവ് വടിയെടുത്തവന്റെ തലയ്ക്കൊരടി കൊടുക്കും. ഹല്ലേലൂയ. ഇടതുവശത്തൂടാണ് പിശാച് നിന്നെ തകർക്കാൻ വേണ്ടി അടുത്തു വരുമ്പോൾ ഓരോന്നും അവന്റെ മണ്ടയടിച്ചു പൊട്ടിക്കും. അതെ, നമ്മുടെ യേശു സർവശക്തിയുള്ള കർത്താവ് വടിയും കോലും നിന്നെ ആശ്വസിപ്പിക്കും. അതേ ദൈവമേ, നിന്റെ ആശ്വാസത്തിനായി, നിന്റെ വിടുതലിനായി ദൈവം വടിയും കോലും വെച്ചിട്ടുണ്ട്. കർത്താവ് നിന്നെ സഹായിക്കുന്ന ദൈവമാ, നിന്നെ രക്ഷിക്കുന്ന ദൈവമാ. യേശു അത്ഭുതങ്ങളുടെ ദൈവമാ, അവൻ കരുതുന്ന ദൈവമാ. ദൈവ പൈതലിനെ രക്ഷിക്കുവാൻ വടിയും കോലും ദൈവം വെച്ചിട്ടുണ്ട്. ഇനി പിശാച് വിചാരിക്കുക, നേർക്ക് നേരെ കയറി വന്നേക്കാം എന്ന് വിചാരിച്ചാൽ നേരെ വന്നാലും രക്ഷയില്ല. അവൻ ചില സമയത്ത് നേർക്ക് നേരെ കയറി വരും. അങ്ങനെ നേരിട്ട് ചിലപ്പോൾ കടന്നു വരും. ഞാൻ ഒരിക്കല് ബൈക്കിൽ ഇങ്ങനെ ബൈക്കിൽ പോയപ്പോ രാത്രി 2 മണി കഴിഞ്ഞ സമയം ഞാൻ ചെറിയനാട് എന്ന് പറയുന്ന സ്ഥലത്തൂടെ, അന്ന് അവിടെ വലിയ കെട്ടിടങ്ങളൊന്നുമില്ല, ഇന്നും ഒരു അന്ധകാരമാണ് റോഡ്, വലിയ വെട്ടവും വെളിച്ചമൊന്നും ഇല്ലാത്തൊരു സ്ഥലം. കഴിഞ്ഞിങ്ങനെ വന്നപ്പോൾ കുറച്ചിങ്ങ് വരുമ്പോൾ ഒരു പാലമൊക്കെ ഉണ്ട്. ഞാൻ അങ്ങനെ കടന്നു വരുമ്പോൾ ഒരു സൈക്കിളുകാരൻ പെട്ടെന്ന് ഒരു സൈക്കിള് സൈഡിൽ കൂടെ കയറി വന്നിട്ട് എൻ്റെ ബൈക്കിൻ്റെ മുമ്പിലൂടെ ഇങ്ങനെ ഓടിക്കുക. ബൈക്കിൻ്റെ മുമ്പിൽ എനിക്കൊരു സന്തോഷമായി. രാത്രി 2 മണി കഴിഞ്ഞ സമയമാണല്ലോ, വിജനമായ സ്ഥലം, കൂട്ടൊന്നുമില്ല. ഒരു കൂട്ടുകാരനെ കിട്ടി, അത്രയാണെന്ന് പറഞ്ഞ് ഞാനും എന്ത് ചെയ്ത് ഈ സൈക്കിളിന് വെട്ടം അടിച്ചു കൊടുത്തോണ്ട് അതിൻ്റെ പുറകെ നിൽക്കുക. എൻ്റെ മുമ്പേ പോകുന്നില്ല. ഭയങ്കര ഭൂതം. രാത്രി എന്നെ പേടിപ്പിക്കാൻ വേണ്ടി അവൻ സൈക്കിള് എടുത്തോണ്ട് വരുന്ന വേഷത്തിൽ എൻ്റെ മുമ്പിൽ വന്നിരിക്കുക. ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. പിശാചിന് അങ്ങനെയൊക്കെ പറ്റും ദൈവമകളെ, ഞങ്ങളൊക്കെ എത്രയോ കണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, ചിലപ്പോൾ നേർക്ക് നേരെ വരും. ഇവൻ കഴിവുള്ളിടത്തോളം ഇവൻ മറഞ്ഞു നിന്നേ വരുത്തുള്ളൂ. മറഞ്ഞു നിന്നെന്ന് പറഞ്ഞാല് വല്ല ചെറുപ്പക്കാരുടെ അകത്ത് കയറി അവരെ കൊണ്ട് ഫോൺ വിളിപ്പിച്ച് നമ്മളെ വശത്താക്കി അങ്ങനെയൊക്കെ നമ്മളെ നാശത്തിലേക്ക് കൊണ്ട് ഈ രീതിയിലാണ് സാധാരണ പിശാച് വെളിപ്പെട്ട് വരുന്നത്. ചില അച്ചാന്മാരുടെ അകത്ത് കയറും, ചില അമ്മാമാരുടെ അകത്ത് കയറും, എന്നിട്ട് അങ്ങനെ നാശത്തിലേക്ക് കൊണ്ടുപോകും. ഇവൻ വെളിപ്പെട്ട് വരത്തില്ല. എന്നാൽ ചില ആളുകൾക്ക് അവൻ വെളിപ്പെട്ട് വരും, നേർക്ക് നേരെ കയറി വരും. എന്ത് വന്നാലും ഇവരിട്ടൊരു പണി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പിശാച് കയറി വരും. അപ്പൊ ഞാനിങ്ങനെ വെട്ടമടിച്ച് കൊടുത്തോണ്ട് ഇങ്ങനെ ഇരിക്കുക. ഇരിക്കുമ്പോ ആ നദിയുടെ ഉള്ള സ്ഥലത്തെത്തി. അവിടെ രാത്രി 2 മണി കഴിഞ്ഞ് ഞങ്ങൾ ഈ 10 മണിയാകുമ്പോൾ അവിടെ സ്ട്രീറ്റ് ലൈറ്റ് പോകും. ഈ നദി ഉള്ളിടത്തും പാലം ഉള്ളിടത്തും ഒക്കെ മാത്രമേ ഇങ്ങനെ സ്ട്രീറ്റ് ലൈറ്റ് കാണത്തുള്ളൂ. ഈ നദി അങ്ങോട്ട് ആരംഭിക്കുന്ന സ്ഥലം എത്തിയപ്പോൾ ഈ സൈക്കിളുകാരൻ പെട്ടെന്ന് സൈഡിലോട്ട് കൊണ്ടുപോയി ആ പോസ്റ്റിന്റെ ആ സ്ട്രീറ്റ് ലൈറ്റിന്റെ മുമ്പിലോട്ട് കൊണ്ടുപോയി വണ്ടി അങ്ങോട്ട് നിർത്തിയിട്ട് എന്നെ തിരിഞ്ഞൊന്ന് നോക്കി. അപ്പോഴാണ് ഞാൻ ഒരു കാര്യം മനസ്സിലായി, ഇത് മനുഷ്യന്റെ മുഖമൊന്നുമില്ല. ഭീകരമായ നമ്മൾ ഏത് മനുഷ്യനും നടുങ്ങിപ്പോകുന്ന ഒരു മുഖഭാവം. ബാക്കിയൊക്കെ കറക്റ്റാ, കൈയും കാലും പാൻറ്റും ഷർട്ടും ഒക്കെ ഓക്കെയാ. മുഖം ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ അതിഭയാനകമായിരിക്കുന്ന, രാത്രി ഞെട്ടി വിറച്ചു പോകുന്ന, ആരും
ചോർന്നു തളർന്നു പോകും. അങ്ങനെ ഒരു മുഖഭാവത്തോടു കൂടെ എന്നെ ഒന്ന് നോക്കി. അതും നാക്കി പട്ടിയൊക്കെ നാക്കെടുത്ത് പുറത്തിങ്ങനെ ഇടുന്ന പോലെ ഒരു സൈഡിൽ കൂടെ നാക്കെടുത്ത് പുറത്തിട്ട നാക്കൊക്കെ കടിച്ച് ഒരു വല്ലാത്ത ഭാവത്തിൽ എന്നെ തുറിച്ചൊരു നോട്ടം നോക്കി. ഞാൻ പെട്ടെന്ന് ആത്മാവിലായി. അങ്ങനെ ആത്മാവിന്റെ ശക്തിയോട് ഞാൻ വണ്ടിയൊക്കെ ചവിട്ടി നിർത്തി അവനെ ഒന്ന് നേരിടാമെന്ന് വിചാരിച്ചു. അപ്പൊ കർത്താവിനോട് പറഞ്ഞു, മോനെ വഴിയെ പോകുന്ന നായുടെ ചെവിക്ക് പിടിക്കേണ്ടെന്ന്. ആദ്യം എനിക്ക് മനസ്സിലായല്ലോ. പിന്നെ ഒന്നുകൂടെ പറഞ്ഞു, വഴിയെ പോകുന്ന നായുടെ ചെവിക്ക് പിടിക്കേണ്ട. അത് പറഞ്ഞപ്പോ പിന്നെ ഞാൻ ബൈക്ക് വിട്ട് പതിയെ ബൈക്ക് മുമ്പോട്ട് വിട്ടു. അപ്പൊ അവന് മനസ്സിലായി പേടിച്ചു വിട്ടതൊന്നുമല്ലെന്ന് മനസ്സിലായപ്പോൾ ഇവന് സൈക്കിളോടുകൂടെ ഓടിച്ച് ആ നദിയിലേക്ക് വീണങ്ങ് താണുപോയി. അപ്പൊ നമ്മുടെ മനസ്സിലുള്ള ഭയങ്കര ശബ്ദത്തോടെ അവന്റെ ദേഷ്യം, അവൻ പേടിച്ചു, അവൻ ഭയന്നു പോയി. അവനൊരു കാര്യം മനസ്സിലായി, അങ്ങനെ ദൈവദാസന്മാരെ പെട്ടെന്നൊന്നും പേടിപ്പിക്കാൻ പറ്റത്തില്ല. അവനാ പേടിച്ചു പോയത്. പേടിപ്പിക്കാൻ വേണ്ടി 2 മണി കഴിഞ്ഞ സമയത്ത് ഒറ്റയ്ക്ക് നദിയുടെ തീരത്ത് അവന്റെ ഭീകരമായ മുഖം കാണിച്ച് ഭയപ്പെടുത്തി ഇപ്പൊ പനി പിടിപ്പിക്കും കൊല്ലുമെന്നൊക്കെ പറഞ്ഞു വന്നതാ. അവസാനം അവൻ എടുത്ത് ചാടി രക്ഷപ്പെട്ടു പോവായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നേർക്ക് നേരെ പിശാച് ചിലപ്പോ കയറി വരും. ചിലപ്പോ അയൽവാസികളുടെ അകത്ത് കയറിയിട്ട് അസഭ്യം പറഞ്ഞുകൊണ്ട് നിന്റെ നേരെ കയറി വരും. ചിലപ്പോ മറ്റുള്ളവരുടെ അകത്ത് കയറിയിട്ട് അടിപിടിക്കാരനായിട്ട് നിന്റെ നേരെ കയറി വരും. നീ പേടിച്ചു പോകരുത്. പരിഹാസം ചൊല്ലി ശത്രു നേർക്ക് വരുമ്പോൾ, പരിഹാസം ചൊല്ലി ശത്രു ശത്രുവിനെ അടുക്കാൻ പറ്റില്ല. പിശാച് അടുത്തു വരുമ്പോൾ അവന് മനസ്സിലാകുന്നത് ശത്രുവിന്റെ മുമ്പാകെ മേശ ഒരുക്കുന്ന ഒരു ദൈവമുണ്ട്. അതേ ദൈവത്തിനെ ശത്രു കാണുക, ദൈവം നിനക്ക് മേശ ഒരുക്കും. നിന്റെ ശത്രുക്കൾ പല്ല് കടിച്ച് ഉരുകി പോകത്തക്ക നിലയില് ദൈവം നിനക്ക് മേശ ഒരുക്കാൻ പോകുക. ധൈര്യപ്പെടുന്ന ദൈവത്തിനെ ഒരു പിശാചിന് നിന്നെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. നേർക്ക് നേരെ വന്നാൽ പോലും നിന്നെ ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. ദൈവത്തെ ഒന്ന് സ്തുതിക്ക്, ശക്തിയുള്ള ദൈവത്തെ മഹത്വപ്പെടുത്ത്, ദൈവത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ പിശാച് പല പരിപാടികൾ നോക്കും. സാത്താൻ നിന്നെ ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. പിശാച് ചിലപ്പോ പിന്നിലൂടെ വരുന്നതിന് വേണ്ടിയാണെന്നറിയോ? നമ്മളറിയാതെ നമ്മുടെ മേൽ ചാടി വീഴാം. പിശാച് പിന്നിലൂടെ അലറുന്ന സിംഹമായിട്ട് അവൻ അടുത്തു വരുമ്പോൾ പിശാചിന് ഒരു കാര്യം മനസ്സിലാകും, പിന്നിലൂടെ വന്നൊരു ദൈവത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ സാധ്യമല്ല. കാരണം എന്താണെന്നറിയാമോ? നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെ നിന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കുക. നന്മ നിന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിലെ നിന്റെ പിന്നിൽ ഒരു കൂമ്പാരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്റെ ഇടയ്ക്കൂടെ പിശാചിന് കടന്നു വരുവാൻ സാധ്യമല്ല. പിശാചിന് അടുക്കാൻ ഒക്കത്തില്ല. നീ പോകുന്നിടത്തൊക്കെ നന്മ നിന്നെ പിൻഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അനുഗ്രഹം നിന്നെ പിൻഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓ, നന്മ നിന്റെ മേൽ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നീ കാണാത്ത വിടുതൽ വെളിപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നീ യേശുവിന്റെ രാജ്യനീതി അന്വേഷിക്കുക, മുഖ്യമന്ത്രി രാജ്യനീതി അന്വേഷിക്കുക. അതോടുകൂടി അനുഗ്രഹം നീ
പിശാച് വന്നിട്ട് രക്ഷയില്ല. ഇടതുവശത്തൂടെ വന്നപ്പോൾ വടി, വലതുവശത്തൂടെ വന്നപ്പോൾ കോല്. പിശാചിനെടുക്കാൻ പറ്റുന്നില്ല. പിന്നിലൂടെ വന്നപ്പോൾ നന്മയും കരുണയും മല പോലെ നിൽക്കുകയാണ്. ഇതിന്റെ പുറത്തൂടെ കയറി വരാൻ അവന് കഴിയുന്നില്ല. മുമ്പിലൂടെ വന്നപ്പോൾ ഒരു വിരുന്ന് മേശ, ശത്രുവിന്റെ മുമ്പാകെ കർത്താവ് നമുക്കൊരു വിരുന്ന് മേശ ഒരുക്കിയിരിക്കുക. പിശാചിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവൻ എന്ത് ചെയ്യുന്നറിയാമോ? അവൻ മുകളിലൂടെ ഹെലികോപ്റ്ററിൽ കൂടെ ഇങ്ങനെ വന്ന് ബോംബിടാൻ വേണ്ടി വരികയാണ്. മുകളിലൂടെ വന്നപ്പോഴാണ് മനസ്സിലായത്, ഇതാ ആണിപ്പാടുള്ള കരം അവന് മുമ്പായിട്ട് ഇറങ്ങി വരികയാണ്. ഒരു അഭിഷേകത്തിന്റെ കരം ഇറങ്ങി വരികയാണ്. പിശാച് മുകളിലേക്ക് കയറിയപ്പോൾ യേശുവിന്റെ മുൻപറ്റ കരം ഇറങ്ങി വരികയാണ്. എന്തിനു വേണ്ടിയാ? നന്മയും കരുണയും ഹല്ലേലൂയ നിനക്ക് ആയുഷ്കാലം തരാൻ വേണ്ടി, നിന്റെ പാനപാത്രം നിറഞ്ഞു കവിയാൻ വേണ്ടി യേശു കർത്താവ് ഒരു പുതിയ എണ്ണ കൊണ്ട് നിനക്ക് അഭിഷേകം തരാൻ പോവുകയാണ്. പുതിയൊരു അഭിഷേകം നിനക്ക് തരാൻ പോവുകയാണ്. ഇത് ഒരു പുതിയ തൈലം കൊണ്ട് ദൈവത്തിനെ അഭിഷേകം ചെയ്യാൻ പോവുകയാണ്. 2019 അഭിഷേകമല്ല, 2020 പുതിയ ശക്തി, ഒരു പുതിയ കൃപ, ഒരു പുതിയ തേജസ്, പുതിയൊരു ഏകോജസ്. അതേ ദൈവം ഏറ്റെടുക്ക്. നിനക്കത് വെളിപ്പെട്ടു വരട്ടെ. നിന്റെ ശരീരമണ്ഡലത്തിൽ വെളിപ്പെടട്ടെ. നിന്റെ നാളുകൾ വെളിപ്പെടട്ടെ. അത് നീ നാവായിട്ട് മാറട്ടെ. അഗ്നി ജ്വാലകൾ വെളിപ്പെട്ടു വരട്ടെ. നിന്റെ ധ്യാനത്തിന്റെ തീ കത്തട്ടെ. അതെ, നിന്റെ ധ്യാനത്തിന്റെ തീ കത്തട്ടെ. നീ ഒരു അഗ്നി കക്ഷമായിട്ട് മാറട്ടെ. ഏൽപ്പിച്ചു കൊടുക്ക്, ഏൽപ്പിച്ചു കൊടുക്ക്. നീ ശത്രുവിനെ നോക്കണ്ട. ശത്രു ഉയരുമ്പോൾ അതിനപ്പുറമായി ദൈവകരം വെളിപ്പെടുകയാ. ശത്രു കാണുക, ദൈവത്തിന്റെ അഭിഷേകം വെളിപ്പെടുകയാ. നിന്റെ കൂട്ടുകാരിൽ പരമായി ആനന്ദ ധൈര്യം കൊണ്ട് നീ അഭിഷേകം ചെയ്യപ്പെടാൻ പോകുക. ആനന്ദ ധൈര്യം നിനക്ക് വെളിപ്പെടാൻ പോകുക. നിന്റെ കൂട്ടുകാരെക്കാൾ നീ താണു പോകത്തില്ല. നിന്റെ കൂട്ടുകാരെക്കാൾ നീ നിസ്സാരനാകത്തില്ല. നിന്റെ കൂട്ടുകാരുടെ മുമ്പിൽ നീ ലജ്ജിച്ച് തലകുനിക്കത്തില്ല. നിന്റെ കൂട്ടുകാരിൽ പരമായി ശത്രുവിൻ ശക്തികൾ ഓരോ ദിവസവും ഏറിയുയരുമ്പോൾ, ശത്രുവിൻ ശക്തികൾ ഓരോ ദിവസവും ഏറിയുയരുമ്പോൾ, നിന്റെ ശത്രുക്കൾ മുമ്പാകെ ഓരോ ദിവസവും മെസ്സയൊരുക്കുന്നു. നിന്റെ ശത്രുക്കൾ മുമ്പാകെ ഓരോ ദിവസവും മെസ്സയൊരുക്കുന്നു. എന്നെ വഴി നടത്തുന്നു, എന്നെ വഴി നടത്തുന്നു. എന്റെ ഈ വരും യാത്രയിൽ കാലടിയാകാതെ എന്നെ നടത്തുന്നു. എന്റെ ഈ വരും യാത്രയിൽ കാലടിയാകാതെ എന്നെ നടത്തുന്നു. എന്നെ വഴി നടത്തുന്നു, എന്നെ വഴി നടത്തുന്നു. എന്റെ ഈ വരും യാത്രയിൽ കാലടിയാകാതെ എന്നെ നടത്തുന്നു. എന്റെ ഈ വരും യാത്രയിൽ കാലടിയാകാതെ എന്നെ നടത്തുന്നു. എന്നെ വഴി നടത്തുന്നു. രോഗമരണങ്ങൾ ഓളങ്ങളായി ഏറിയുയരുമ്പോൾ, രോഗമരണങ്ങൾ ഓളങ്ങളായി ഏറിയുയരുമ്പോൾ, നിന്റെ വിശ്വാസക്കപ്പൽ കാലടിയാകാതെ, എന്റെ വിശ്വാസക്കപ്പൽ കാലടിയാകാതെ എന്നെ നടത്തുന്നു. എന്നെ വഴി നടത്തുന്നു, എന്നെ വഴി നടത്തുന്നു. എന്റെ ഈ വരും യാത്രയിൽ കാലടിയാകാതെ എന്നെ നടത്തുന്നു. എന്റെ ഈ വരും യാത്രയിൽ കാലടിയാകാതെ എന്നെ നടത്തുന്നു. എന്നെ വഴി നടത്തുന്നു. സനമുകേളവർ ഓരോ ദിവസവും പാടി പുകഴ്ത്തുമ്പോൾ, സനമുകേളവർ ഓരോ ദിവസവും പാടി പുകഴ്ത്തുമ്പോൾ, അതിഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് എന്നെ നടത്തുന്നു. അതിഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് എന്നെ നടത്തുന്നു. അതിഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് എന്നെ നടത്തുന്നു. അതിഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് എന്നെ നടത്തുന്നു. എന്നെ വഴി നടത്തുമ്പോൾ, എന്നെ വഴി നടത്തുമ്പോൾ, എന്നെ വഴി നടത്തുമ്പോൾ, എന്നെ വഴി നടത്തുമ്പോൾ. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കുന്ന ദൈവമകളെ, ശക്തിയോടെ അവരെ ഒന്ന് ആരാധിക്കുക. കരങ്ങൾ അടിച്ചവരെ ഒന്ന് മഹത്വപ്പെടുത്തുക. അതേ ദൈവമൈതലേ, അതിന്റെ കൂട്ടുകാരിൽ പരമായി ശത്രുവിന്റെ മുമ്പിൽ നിന്നെ മാനിക്കുന്ന യേശു. പിശാചിന് നിന്നെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല.
ഒരു ദൂതൻ ഇറങ്ങി വരും. ശക്തിയുള്ളൊരു ദൂതൻ വലിയൊരു ചങ്ങല പിടിച്ചുകൊണ്ട്, ഒരു വലിയ താക്കോല് പിടിച്ചുകൊണ്ട് ഇറങ്ങി വന്നിട്ട് ബലവാനായ ആ ദൂതൻ സകല പിശാചുക്കളെയും പിടിച്ചു കെട്ടും, വാഴ്ചകളെ പിടിച്ചു കെട്ടും, അധികാരങ്ങളെ പിടിച്ചു കെട്ടും, അന്ധകാരത്തിന്റെ ലോക അധിപതികളെ പിടിച്ചു കെട്ടും, രക്തരക്ഷസിനെ പിടിച്ചു കെട്ടും, ലുട്ടാപ്പിയെ, ഡാക്കിനിയെ, ലുട്ടൂസിനെ, കുട്ടൂസിനെ, സകല ചൊക്കട പിശാചുക്കളെ, വെളിച്ച ദൂതനെ, സകല എണ്ണത്തിനെ പിടിച്ചു കെട്ടും. പിടിച്ചു കെട്ടിയിട്ട് അഗാധ കൂപത്തിൽ അടച്ചു. പിന്നെ ഇവിടെ ഒരു മായാവി ഇല്ല, പിന്നെ ഇവിടെ ഒരു കുട്ടിച്ചാത്തനും ഇല്ല. എല്ലാത്തിനെയും ഇവിടെ തൂത്തുവാരി അഗാധ കൂപത്തിൽ അടയ്ക്കും. 1000 ആണ്ടേക്ക് പുറത്തു വരരുതെന്ന് പറയും. അങ്ങനെ 1000 ആണ്ടേക്ക് മുദ്ര വെച്ചിട്ട് യേശു ഒരു രാജാവായിട്ട് ഇവിടെ അങ്ങോട്ട് ഭരിക്കും. യേശു ഭരിക്കുന്ന എവിടാന്നറിയാമോ? യെരുശലേമിൽ. അന്ന് യെരുശലേം എന്ന് പറയുന്നത് അന്ന് മഹാരാജാവിന്റെ നഗരമായിട്ട് മാറും. അവിടെ അന്ന് അവന്റെ ആലയമുള്ള പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതമായിരിക്കും. അവിടെ ഇരുന്നു കൊണ്ട് യേശു ഭരിക്കുമ്പോൾ അന്ന് യേശു അവിടെ ഇരിക്കും. ഈ ദേശം ഭരിക്കുന്നത് ക്ലമന്ത് പാസ്റ്ററും ഇവിടുത്തെ ദൈവദാസന്മാരും ഇവിടുത്തെ ദൈവമക്കളും. അപ്പൊ പറയും, ഈ മെഡിക്കൽ കോളേജ് ഏരിയ ഇച്ചിരി കട്ടിയ ക്ലമന്ത് പാസ്റ്ററെ, നീ ഈ ദേശത്തിന്റെ ഇവിടുത്തെ ചുമതലയൊക്കെ നിന്നെ ഏൽപ്പിക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ ഓരോ വീടുകളും പരിസരങ്ങളും ഒക്കെ നോക്കാൻ വേണ്ടി ഇവിടുത്തെ ഓരോ ദൈവമക്കള്, പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് മെമ്പർ എന്ന് വേണ്ട വിശുദ്ധന്മാർ ലോകത്തെ ഭരിക്കും. ഒരിക്കൽ പത്രോസിൽ, കർത്താവേ, ഞാൻ വെള്ളവും മലയൊക്കെ വിട്ട് നിന്റെ പിന്നെ നീ സിംഹാസനത്തിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രങ്ങളെ ഭരിക്കാൻ പോവുകയാണ്. സ്വോത്രം. അതെ, നമുക്കൊരു ഭരണത്തിന്റെ കാലം. ഭരണം, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, 5 വർഷം ഭരിക്കുന്ന ഭരണമല്ല. അന്നിങ്ങനെ ഇലക്ഷനൊന്നുമില്ല. ഒറ്റ രാജാവേ ഉള്ളൂ. അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു. അവൻ യഹൂദന്മാരുടെ രാജാവായിട്ട് പിറന്നവനാ. രാജാവായിട്ട് പിറന്ന ഒരുത്തനേ ഉള്ളൂ. രാജകുമാരന്മാരായിട്ട് പിറന്ന ഒത്തിരി പേരുണ്ട്. രാജാവിന്റെ മക്കളായിട്ട് പറഞ്ഞവരുണ്ട്. രാജാവായിട്ട് നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കുകയാ. അവന്റെ കയ്യിൽ ആ ചെങ്കോലുള്ളത്, അവന്റെ കയ്യിൽ ആ കിരീടമുള്ളത്. അതേ ദൈവമല്ലേ, നിന്റെ തിരസിൽ ഓരോ കിരീടം വെക്കാൻ പോവുകയാ. ഒരു കിരീടം നമ്മൾ അണിയാൻ പോവുകയാ. വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്നവർ ഹല്ലേലൂയ, ജീവന്റെ കിരീടം പ്രാപിച്ച്, നിത്യജീവന്റെ കിരീടം പ്രാപിച്ച്, വാടാത്ത കിരീടം പ്രാപിച്ച്, തേജസ്സിന്റെ കിരീടം പ്രാപിച്ച്, മഹത്വ കിരീടം നിന്റെ തലയിൽ ചൂടിക്കാൻ പോവുകയാ. നീ ഭരണകർത്താവായിട്ട് മാറാൻ പോവുകയാ. ഈ ലോകത്തെ നിയന്ത്രിക്കേണ്ടവളെ ഇവിടെ ഇരിക്കുന്നത്, ഈ ലോകത്തെ ഭരിക്കേണ്ട ഭരണകർത്താവ് ഇരിക്കുന്നത്. സത്യവാദത്തിന് സ്വതന്ത്രം പറ, സത്യവാദത്തിന് സ്വതന്ത്രം പറ. അതേ ദൈവവേദനെ, നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി വലുതാ. നീ ലോകത്തെ ഭരിക്കാൻ പോവുകയോ, ഈ ലോകത്തെ ഭരണകർത്താവായി മാറാൻ പോവുകയോ. നീ നിസ്സാരക്കാരിയല്ല, നീ നിസ്സാരക്കാരനല്ല. അല്പകാലത്തേക്കുള്ള ലഘുവായ കഷ്ടം നീ കാര്യമാക്കരുത്. ഈ ലഘുവായ കഷ്ടത്തിന് നീ വില കൊടുക്കരുത്. ഇതിനപ്പുറമായി തേജസ്സിന്റെ നിത്യഖണ്ഡം, തേജസ്സിന്റെ നിത്യഖണ്ഡം നിന്റെ ശരീരത്തിൽ വെളിപ്പെടാൻ പോവുകയാ. നിന്റെ ശിരസിൽ പൊൻകിരീടം വെളിപ്പെടാൻ പോവുകയാ. നീ കിരീടത്തിന് മേൽ കിരീടം പ്രാപിക്കാൻ പോവുകയാ. അധികാരത്തിന്റെ ചെങ്കോൽ നിന്റെ കരങ്ങളിൽ വരാൻ പോവുകയാ. നമ്മുടെ ഭാവിയെ കുറിച്ചുള്ള പ്രത്യാശ നഷ്ടപ്പെട്ടു പോകരുത്. ഇത്ര വലിയ ശുഭഭാവി, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല, നന്മയ്ക്കത്രേ ഉള്ള നിരൂപണങ്ങൾ. നന്മയ്ക്കായിട്ടൊരു അടയാളം വെളിപ്പെടാൻ പോകും. യേശു കർത്താവ് ഈ ലോകത്തെ ഭരിക്കുമ്പോൾ ദൈവമക്കൾ ശ്രദ്ധിക്കണം, നമ്മൾ ഭരണകർത്താക്കളായിരിക്കും. പക്ഷേ അന്ന് എല്ലാവർക്കും 33.5 വയസ്സായിരിക്കും. യേശു ഭരണം തുടങ്ങുന്ന അന്ന് നമുക്ക് എത്ര വയസ്സായിരിക്കും? പറഞ്ഞേ, 33.5 വയസ്സ്. അതിൽ താഴെ ഇല്ല, അതിൽ മേളിലുമില്ല. 1 വർഷം കഴിയുമ്പോൾ എത്ര വയസ്സാകും? യേശു ഭരണം തുടങ്ങി 1 വർഷം കഴിയുമ്പോൾ എത്ര വയസ്സാകും? പറ. 2 വർഷം കഴിയുമ്പോൾ എത്ര വയസ്സാകും? പറ, ഉറച്ചു പറ. 33.5.
ഒരാൾ പറഞ്ഞ 33, ഒരാൾ പറഞ്ഞ 5. ഏതാ ശരി? എത്ര? 1000 വർഷം കഴിയുമ്പോഴും 33 നിൽക്കും. നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ഇത്രയും നാളായി. പ്രായം കൂടിയോ? ഇല്ല. യേശുവിന് അനുരൂപരായിട്ട് നമ്മൾ മാറും. നിത്യ യൗവനത്തിന്റെ കിരീടം ചൂടികൾ. സ്വതന്ത്രം പറഞ്ഞ അതിനോട് ദൈവത്തിന് സ്വതന്ത്രം പറ. ഇങ്ങനെ പ്രായം കൂടുന്നില്ല. ജനാനരകളിൽ സ്വതന്ത്രം പറഞ്ഞേ. ശക്തിയോട് ദൈവത്തിന് സ്വതന്ത്രം പറ. നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഭാവി നമ്മൾ മറന്നു പോകരുത്. ഈ നിത്യ യൗവനത്തിന്റെ കിരീടം ചൂടിക്കൊണ്ട് 1000 വർഷം മാത്രമല്ല, നിത്യയുഗായുഗങ്ങൾ. ഹല്ലേലൂയ. നിന്റെ കണ്ണ് മങ്ങത്തില്ല, നിന്റെ തല നരക്കത്തില്ല. ഹല്ലേലൂയ. നിനക്ക് മാംസമുണ്ട്, നിനക്ക് അസ്ഥിയുണ്ട്. യേശു ഉയർത്തെഴുന്നേറ്റ് ആഹാരം കഴിച്ചു, അവൻ റൊട്ടി കഴിച്ചു, അവൻ ഹല്ലേലൂയ വറുത്ത മീൻ കഴിച്ചു. അതേ ദൈവമല്ലേ, നീ മറിഞ്ഞിരിക്കുന്ന മഞ്ഞ കഴിക്കോ, നീ ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം കഴിക്കോ. നിനക്ക് അസ്ഥിയുണ്ട്, മാംസമുണ്ട്, പക്ഷേ നിനക്ക് ദ്രവത്വമില്ല, നിനക്ക് പ്രായം കൂടുന്നില്ല. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുക. ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറ. ഓ ഹല്ലേലൂയ. നിനക്ക് വേണ്ടി അവൻ കരുതിയിരിക്കുന്ന കരുതൽ നീ മറന്നു പോകരുത്. ഈ ലോകത്തിലെ അല്പകഷ്ടം, ഇവിടുത്തെ ലഘുവായ കഷ്ടം സാരമില്ല നിന്ന്. ഇവിടുത്തെ രോഗം നിനക്ക് പ്രശ്നമല്ല. രോഗമില്ലാത്തൊരു ഭാവി ദൈവം നിനക്ക് വെച്ചിട്ടുണ്ട്. ഈ ലോകത്തിലെ കഷ്ടം സാരമില്ല, ഇവിടുത്തെ സങ്കടം സാരമില്ല. നിന്റെ കണ്ണിൽ നിന്ന് കണ്ണീരെല്ലാം തുടച്ചു കളയാൻ പോവുക. നിനക്ക് കരയാൻ പറ്റുകയില്ല. സങ്കടം നിന്നിൽ എടുത്തു കളയോ, രോഗം നിന്നിൽ എടുത്തു കളയോ. അങ്ങനെ സൂര്യനില്ലാത്ത, ചന്ദ്രനില്ലാത്ത ഒരു നിത്യ രാജ്യത്തിന്റെ ഉടമയായി നീ മാറാൻ പോകുക. ദൈവം പ്രകാശിപ്പിക്കുന്ന ഒരു പട്ടണം. ആ പട്ടണത്തിൽ യുഗായുഗങ്ങൾ കർത്താവിനെ ആരാധിച്ച് അവന് വേണ്ടി നിൽക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ കണ്ടിരിക്കുകയാണ്. 1000 വർഷം യേശു കർത്താവ് ലോകത്തെ ഭരിക്കും. ഭരിച്ച ശേഷം 1000 വർഷത്തിന്റെ ഒടുവിലായിട്ട് ഈ അടച്ചിട്ട സാത്താനെ തോന്നുന്നു. അന്ന് 1000 വർഷമാകാതെ ഉപത്തിക്കുന്ന സകല ദേഷ്യവും, സകല വൈരാഗ്യവും, അവന്റെ സകല സർവശക്തിയോടുകൂടെ പുറത്തു വരും. തുറന്നു വിടും. എന്താ വേണേലും കാണിച്ചോളാൻ പറയും. അവൻ കാണിക്കുന്നത് എന്താണെന്നറിയാമോ? ദൈവത്തെ കൂടാതെ സഹസ്രാബ്ദ വാഴ്ച വന്ന ജാതികളുണ്ട്. മനസ്സിലായോ? ഇവരാരും രക്ഷിക്കപ്പെട്ടവരാണോ? സ്നാനപ്പെട്ടവരാണോ? ഇവരെ എല്ലാം കൂടെ കൂട്ടിയിട്ട് വന്നു. നമ്മളാരും പെന്തക്കോസ്തുകാരല്ല. നമുക്കെല്ലാം കൂടെ ചേർന്ന് ഈ പെന്തക്കോസ്തുകാരെ കൊല്ലണം, യേശുവിനെ തട്ടണം. അപ്പോഴവരെല്ലാം ആരാളായിട്ട് മാറി. പിടികിട്ടിയോ? മനസ്സിലായോ മക്കളെ? ഇവിടുത്തെ സകല ജാതികളെയും കടൽപ്പുറത്തെ മണൽത്തരി പോലുള്ള ജാതികളെല്ലാം കൂടെ കൂട്ടിക്കൊണ്ട് ഗോഗ് മാഗോഗ് യുദ്ധത്തിനായിട്ട് അവൻ ദൈവത്തിനും ദൈവജനത്തിനും എതിരായിട്ട് യുദ്ധം ചെയ്യാൻ തയ്യാറാകുമ്പോൾ യേശു കർത്താവ് ഉടൻ തന്നെ എല്ലാവരോടും നമുക്ക് അവരുടെ തോൽപ്പിക്കാവുന്നൊന്നും പറയത്തില്ല. ഈ ഭൂമിക്ക് തീ കൊടുത്തു. ഈ ഭൂമിയെ കത്തിക്കും. ഭൂമി നിന്ന് ചൂള കത്ത് പെരിഞ്ചൂളയില് ഇങ്ങനെ കത്തുന്ന പോലെ ഭൂമി മുഴുവൻ നിന്ന് കത്തും. ഭൂമി മുഴുവൻ നിന്ന് കത്തുമ്പോൾ ഇപ്പൊ ദൈവമക്കൾ എവിടാ ഉള്ളത്? ഭൂമിയില്ല. ആണോ? ഭൂമിയില്ല. ഈ ഭൂമിക്ക് തീ കൊടുക്കുമ്പോ ആരും കൂടെ കത്തും. ശാന്തിക്കും മേശകോ അഭേദനകോ തീ പിടിച്ചിട്ടപ്പോൾ അവർ കത്തിയോ? അവരെന്താ ചെയ്തേ? നൃത്തം ചെയ്ത് തുള്ളിച്ചാടി ദൈവത്തെ മഹത്വപ്പെടുത്തി. ഒരു ഭൂമി ചൂളം പോലെ കത്തുമ്പോൾ ദൈവമക്കള് മാത്രം നിന്ന് നൃത്തം ചെയ്യും. തീ അവരെ ഒന്നും ചെയ്യുന്നില്ല. മോശ തീ കണ്ടോണ്ട് അടുത്തടുത്ത് വന്നപ്പോഴും പൊള്ളുന്നൊന്നുമില്ല. പിന്നെ അവൻ അടുത്ത് വന്നു. അങ്ങനെ തീയുടെ അടുത്ത് വന്നപ്പോഴാ പറഞ്ഞത്, മോശേ നിന്റെ കയ്യിലിരിക്കുന്നത് എന്താ? കർത്താവ് എപ്പോഴും നമ്മുടെ കയ്യിലിരിപ്പാണ് നോക്കുന്നത്. കർത്താവ് നോക്കുന്നത് എന്താ? ശ്രദ്ധിച്ചേ. നമ്മുടെ കയ്യിലിരിപ്പ് ആർക്കറിയാം? ഇവിടെ സഭയിൽ വരുമ്പോഴുള്ള പാട്ടോ കോട്ടോ സഭയിൽ വരുമ്പോഴുള്ള സാക്ഷിയോ ഇതൊന്നുമല്ല കർത്താവ് നോക്കുന്നത്. കർത്താവ് ചോദിക്കും, ചേച്ചി, സഹോദരി, സഹോദരൻ, നിന്റെ കയ്യിലിരിപ്പ് എന്താ? ഉടനെ പറയാം, ഉണക്കവടി. അതല്ലാതെ ഒന്നുമില്ല. പൈസയില്ല, ഡോളറില്ല, ഒന്നുമില്ല. ഒരു ഉണക്കവടി മാത്രമേ ഉള്ളൂ. നീ അത് സമ്പൂർണ്ണമായിട്ട് എൻ്റെ മുമ്പിലോട്ട് അങ്ങോട്ട് സമർപ്പിക്കുക.
എൻ്റെ മുമ്പിലിട, അത് പിടയ്ക്കും, അത് അത്ഭുതമായിട്ട് മാറും. ദൈവമക്കളെ, നമ്മുടെ കയ്യിലുള്ളതിനെ സമ്പൂർണ്ണമായിട്ട് ഇടാൻ തയ്യാറാണോ? ആണോ? എനിക്കുള്ളത് മൊത്തം കർത്താവ് എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ. എനിക്കൊരു കൊച്ചു ഹൃദയമുണ്ട്, അത് ഞാൻ നിനക്ക് തരാം. എനിക്കൊരു ചെറിയ ആയുസ്സുണ്ട്, അത് ഞാൻ നിനക്ക് തരാം. എനിക്കുള്ളത് മുഴുവൻ ഞാൻ തരികയാണ്. എത്ര പേര് ഈ രാത്രി ഈ പകലുകളെ വിളിച്ചു പറയും, കർത്താവ് എനിക്കുള്ളത് മുഴുവൻ ഞാൻ തരുന്നു, എന്നെ ഇതാ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. അവൻ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനാ. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാ. അതേ ദൈവമേ, ഈ ദൈവത്തിന്റെ മുമ്പിൽ, ദഹിപ്പിക്കുന്ന അഗ്നിയുടെ മുമ്പിൽ നിങ്ങളെ തന്നെ സമർപ്പിക്കാൻ എത്ര പേർ തയ്യാറാകും? ഏൽപ്പിച്ചു കൊടുക്കുക, ഒന്ന് സമർപ്പിക്കുക, ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവേ, എന്നെ ഇതാ തരുന്നു കർത്താവേ, എന്നെ ഇതാ തരുന്നു കർത്താവേ. അല്ലെങ്കിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുമോ? നിന്റെ ദേഹശക്തി ദൈവത്തിന് കൊടുക്കുമോ? ബുദ്ധിശക്തി, സ്വരമാധുര്യം, വായ്പാടവ്, നിന്റെ കഴിവ്, ആഭിജാത്യ, സാമർത്ഥ്യം, നിനക്കുള്ളത് മുഴുവൻ എന്റെ കയ്യിലുള്ളതല്ല. എന്നെ ഇതാ തരുന്നു കർത്താവേ. എന്നെ സ്നാനത്തിനായിട്ട് ഏൽപ്പിക്കുന്നു, എന്നെ വിശുദ്ധിക്കായിട്ട് ഏൽപ്പിക്കുന്നു, എന്നെ ദൈവകൃപയ്ക്കായിട്ട് ഏൽപ്പിക്കുന്നു. യേശുവിനോട് ചേർന്ന് നിൽക്കുവാൻ എന്റെ ജീവിതം, എന്റെ ചെറിയ ആയുസ് ഞാൻ നിനക്ക് തരുന്നു. എനിക്കുള്ളത് മുഴുവൻ ഞാൻ നിനക്ക് തരുന്നു. വിളിച്ചു പറഞ്ഞേ, വാ തുറന്ന് ദൈവത്തെ ഒന്ന് സ്തുതിക്കുക, ശക്തിയോടെ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുക. എനിക്കുള്ള ആയുസ് ഞാൻ നിനക്ക് തരുന്നു പറ. അതാണ് അത്ഭുതത്തിന്റെ വഴിയായിട്ട് മാറിയത്. അത് പാറയൊന്ന് അടിച്ചപ്പോ പാറ പിളർന്നു. അത് ചെങ്കടലിൽ വരെ ഒന്ന് കിട്ടിയപ്പോൾ ചെങ്കടൽ പിളർന്നു. പുതുവഴി തുറന്നു വന്നു. അത്ഭുതത്തിന്റെ വഴിയായിട്ട് നമ്മളെ കർത്താവിന് കൊടുത്താൽ നമ്മുടെ ജീവിതം അത്ഭുതമാർന്ന ജീവിതമായി തീരും. അതെ, അവൻ മോശയോട് ദൈവം പറഞ്ഞു, മോശേ, നീ തീക്കകത്തോട്ട് കയറി വരാൻ പറഞ്ഞു. സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതം. ആ പർവ്വതത്തിൽ 40 രാവും 40 പകലും തീക്കകത്തായിരുന്നു മോശ. ഇരുന്നോ? തീക്കകത്ത് മോശ ഇരുന്നോ? മോശ നോക്കിയപ്പോൾ പർവ്വതം പുകയുന്നു. ഇടിമുഴക്കവും മിന്നലും മഹാഗംഭീരമായ കാഹളനാദം പുറപ്പെടുന്നു. സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതം. പർവ്വതം ഏറ്റവും പുകയുന്നു. പർവ്വതത്തിലെ പുക തീച്ചൂളയിലെ പുക പോലെ പൊങ്ങുന്നു. അഗ്നി ജ്വാലയിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാ. തീക്കകത്ത് ദൈവം ഇറങ്ങി വന്നിരിക്കുകയാ. ആ ദൈവം പറഞ്ഞു, തീക്കകത്തേക്ക് മോശെ നീ കയറി വരാൻ പറഞ്ഞു. 40 രാവും 40 പകലും ആ തീക്കകത്ത് ദൈവം ഇരുത്തിയിട്ട് മോശ ഇറങ്ങി വന്നപ്പോൾ മോശയുടെ മുഖം പ്രകാശിച്ചതല്ലാതെ തീ അവനെ തൊട്ടില്ല. ഇതേപോലെ ഈ ഭൂമിക്ക് ദൈവം തീ കൊടുത്തു. ദൈവമക്കളെ, തീ തൊടത്തില്ല. എന്നിട്ട് നീ അറിയാമോ, ഇങ്ങനെ പറഞ്ഞ, തൊഴുത്തിൽ നിന്ന് ഒരു പശുക്കിടാവിനെ ഇറക്കി വിടുമ്പോൾ അത് തുള്ളിച്ചാടുന്ന പോലെ ദൈവമക്കൾ ആ തീക്കകത്തെ തുള്ളിച്ചാടും. കാരണം എന്താണെന്നറിയാമോ? രോഗോപശാന്തിയോടെ നീതി സൂര്യനാകുന്ന ക്രിസ്തു നമ്മുടെ മേൽ അങ്ങനെ ഉദിച്ചുയർന്ന് നിൽക്കും. സ്വതന്ത്രം പറഞ്ഞ ദൈവമക്കളെ, ശക്തിയോടെ ദൈവത്തിന് സ്വതന്ത്രം പറ. പക്ഷെ നിങ്ങൾ ചവിട്ട്, ദുഷ്ടന്മാരെ നിങ്ങൾ ചവിട്ട്, ദുഷ്ടന്മാരെ നിങ്ങൾ മെതിക്കും. ഈ ലോകത്തിലെ മനുഷ്യര് സാത്താൻ ഒന്ന് കണ്ട ഉടനെ പെട്ടെന്ന് സാത്താന്റെ അടുക്കലേക്ക് ഓടിപ്പോയ, അവന്റെ കൂടെ കൂടിയ ഹല്ലേലൂയ ദുഷ്ടന്മാരെ നിങ്ങൾ മെതിച്ചു കളയും എന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. അന്ന് ഈ ഭൂമിയിലുള്ള സകല ദുഷ്ടന്മാരെ വേരും കോമ്പും ശേഷിപ്പിക്കാതെ സകലരെയും ദഹിപ്പിച്ചു കളയുമ്പോൾ നിങ്ങളോ അവരെ ചവിട്ടിക്കളയും. എന്നാൽ നിങ്ങൾ ഹല്ലേലൂയ തൊഴുത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന പശുക്കിടാങ്ങളെ പോലെ തീക്കകത്ത് നിന്നോട് തുള്ളിച്ചാട്. സ്വതന്ത്രം പറഞ്ഞ മകളെ, ശക്തിയോടെ ദൈവത്തിന് സ്വതന്ത്രം പറ. അഗ്നി നിന്നെ ദഹിപ്പിക്കത്തില്ല. ഹല്ലേലൂയ തീജ്വാല നിന്നെ കത്തിച്ചു കളയത്തില്ല. ഹല്ലേലൂയ തീക്കകത്ത് നിന്നുകൊണ്ട് നൃത്തം ചെയ്യോ. ഹല്ലേലൂയ ഭൂമി ചൂള പോലെ കത്തോ. ആകാശം കൊടുമുഴക്കത്തോടെ ഒഴുകി പോകും. മൂലപദാർത്ഥങ്ങൾ കത്തി കഴിയും. ഭൂമിയുടെ പണികളും വെന്തു പോകും. പക്ഷെ ദൈവത്തിലെ നീ മാത്രം വെന്തു പോകത്തില്ല. നീ ശോഭിക്കുക. നീതി സൂര്യപ്രഭയാല് നിന്റെ മുഖം പ്രകാശിക്കുക. ഹല്ലേലൂയ നീ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കുന്ന കർത്താവിന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട്, യേശുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് നീ നൃത്തം ചെയ്യും. നന്ദിയോടെ ദൈവത്തിന് സ്വതന്ത്രം പറ. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കുക. അഗ്നി നിന്നെ ദഹിപ്പിക്കത്തില്ല. നന്ദിയോടെ ദൈവത്തിന് സ്വതന്ത്രം പറഞ്ഞ മകളെ, ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കുന്ന മകളെ. ഹല്ലേലൂയ. ആകാശം കൊടുമുഴക്കത്തോട് ഒഴുകി പോകും. മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയും. ഈ ഭൂമിയും അതിന്റെ പണികളും വെന്തു പോകും. ഈ ഭൂമി പൊടുപൊടുന്നു. ഈ ഭൂമി കിടുകിടക്കിടുന്നു, കിറുകിറക്കീറുന്നു, കാവൽമാടം പോലെ ആടുന്നു, മന്ത്രം പോലെ ചാഞ്ചാടുന്നു. ആകാശം കൊടുമുഴക്കത്തോട് ഒഴിഞ്ഞു പോകുന്നു. ഭൂമി കർത്താവിന്റെ സന്നിധിയിൽ ഓടിപ്പോകുന്നു. ആകാശം കർത്താവിന്റെ സന്നിധിയിൽ ഓടിപ്പോകുന്നു.
എന്നാൽ യേശുവും വിശുദ്ധന്മാരും മാത്രം അവിടെ നിൽക്കും. ബാക്കി എല്ലാവരും ഓടിക്കും. സകല ദുഷ്ടന്മാരും സത്ത്. കണ്ടോ, 1000 വർഷം യേശു ഭരിച്ചിട്ട് പോലും ദുഷ്ടന്മാർ ഗുണപ്പെട്ടില്ല. ചിന്തിച്ചു നോക്കും. ഗുണപ്പെട്ടോ? യേശുവിനെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടിട്ട് ഒരെണ്ണം ഗുണപ്പെട്ടോ? ചെന്നായും കുഞ്ഞാട് ഒരുമിച്ച് മേയുന്ന കണ്ടിട്ട് രക്ഷപ്പെട്ടോ? പെട്ടോ? എന്നാൽ കർത്താവ് രക്ഷയ്ക്കായിട്ട് നമ്മളെ വിളിച്ചിരിക്കാൻ ദൈവത്തിന് സ്തോത്രം. നമ്മളെ രക്ഷിച്ചിരിക്കുക. സ്തോത്രം. ഇപ്പോഴൊന്നും വല്ല ദൈവവൈദ്യനെ ലോകസ്ഥാപനത്തിന് മുമ്പേ അവൻ നമ്മെ തെരഞ്ഞെടുത്തിരിക്കുക. സ്തോത്രം. അവന്റെ കണ്ണ് നമ്മളെ കണ്ടുവല്ലോ. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതിനുശേഷം ഒരു പുതിയ ആകാശം വെളിപ്പെട്ടു വരും, പുതിയൊരു ഭൂമി വരും. ഹല്ലേലൂയ. പുതിയൊരു ഭൂമി, പുതിയ ആകാശം, പുതിയൊരു ശരീരം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ച മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന്, ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ദൈവ തേജസ്സുള്ളതായി ഇറങ്ങി വരുന്നു. അങ്ങനെ ആ പുതിയ ശരീരം വന്ന് പുതിയ ഭൂമിയിൽ വന്ന് സമ്മേളിക്കുന്നു. സ്വർഗവും ഭൂമിയും തമ്മിൽ ചുംബിക്കുന്നു. ഹല്ലേലൂയ. അവിടെ നിത്യയുഗായുഗങ്ങൾ യേശുവിന്റെ മുഖം കണ്ടുകൊണ്ട് നമ്മൾ അവനെ ആരാധിക്കുന്നു. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. ഹല്ലേലൂയ. അവിടെയാണ് നമ്മുടെ നിത്യത. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം പറ. ഹല്ലേലൂയ. ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറ. അവനെ മുഖം കണ്ട് ആരാധിക്കുവാൻ. ഹല്ലേലൂയ. കഷ്ടതയില്ലാത്ത നാട്ടിൽ, കണ്ണുനീരില്ലാത്ത നാട്ടിൽ, ഹല്ലേലൂയ, ദൈവം ഒരുക്കിയ വീട്ടില്, അതെ, 1000 വർഷങ്ങളല്ല, കോടി വർഷങ്ങളല്ല, ഹല്ലേലൂയ, അന്തമില്ലാത്ത വർഷങ്ങൾ കർത്താവിനോടുകൂടെ, ഹല്ലേലൂയ, നമ്മളായിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ വിളിച്ചിരിക്കുക. ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? എല്ലാവരും ഒരു നിമിഷം ഒന്ന് സമർപ്പിക്കുക. ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവകൃപയ്ക്കായിട്ട് ഏൽപ്പിക്കുക. നമുക്ക് വേണ്ടി ഒരു രാജ്യം ഇതാ ഒരുങ്ങിയിരിക്കുന്നു. പുതിയൊരു രാജ്യം ഇതാ വരുന്നു. പുതിയൊരു ഭൂമി ഇതാ നമുക്ക് വേണ്ടി വെളിപ്പെട്ട് വരുന്നു. ഒരു ശവങ്ങളും ഇല്ലാത്ത, ഒരു ശവം പോലും ഇല്ലാത്ത, ഒരു ശവക്കല്ലറയില്ലാത്ത ഒരു രാജ്യം, ഒരു അഴുക്ക് ചാലില്ലാത്ത, ഒരു വൃത്തികേടുകളില്ലാത്ത, ഒരു ദുർഗന്ധമില്ലാത്ത, ഒരു സാധനം പോലും വീട് ചത്തുപോകാത്ത, ഒരു കിളി പോലും ചത്തു കിടക്കാത്ത, ഒരു മൃഗം പോലും ശവങ്ങളായി വീഴാത്ത, ശവങ്ങളില്ലാത്ത, ജീവൻ തുടിക്കുന്ന ഒരു രാജ്യം. അതേ ഒരു പറുദീസ, നിത്യ പറുദീസ. അതേ ദൈവമേ, ദുർഗന്ധമില്ല അവിടെ, കണ്ണുനീരില്ല അവിടെ, ശവങ്ങളില്ല അവിടെ, നിലവിളിയില്ല അവിടെ, രോഗമില്ല അവിടെ. അവിടേക്കാ ദൈവം നിന്നെ വിളിക്കുന്നത്. നീ നിന്നെ തന്നെ വിട്ടുകൊടുക്കുമോ? പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുക. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവരാ രക്ഷപ്പെടുന്നത്. അവസാനത്തോളം യേശുവിന്റെ തീര പടയാളിയായി നിൽക്കുവാൻ എത്ര പേര് പറയും. അവിടെ ജീവജല നദിയുണ്ട്, അവിടെ ജീവവൃക്ഷമുണ്ട്, അവിടെ ജീവവൃക്ഷ ഫലമുണ്ട്. അത് നിനക്ക് ഭുജിക്കാൻ പറ്റുമോ? അവിടെ മറഞ്ഞിരിക്കുന്ന മന്നയുണ്ട്, അത് നിനക്ക് ഭുജിക്കാൻ പറ്റുമോ? അവിടെ കണ്ണാടിക്കൊത്ത പളുങ്കി കടലുണ്ട്, കണ്ണാടിക്കൊത്ത പളുങ്കി കടൽ കാണണമോ? ജീവജല ഉറവയിൽ നിന്ന് കുടിക്കണമോ? ജീവിക്കുന്ന ക്രിസ്തുവിന്റെ മുഖം കാണണമോ? അവരെ മുഖം കണ്ട് ആരാധിക്കണമോ? ഒന്ന് സമർപ്പിക്കും. ഞാൻ കർത്താവിന് വേണ്ടി ഒന്നുകൂടെ സമർപ്പിക്കുന്നു എന്ന് പറയുന്നവർ എഴുന്നേറ്റ് എന്നെ പുതുതായിട്ട് ഒന്നുകൂടെ സമർപ്പിക്കുകയോ, സ്ഥാനത്തിന് വേണ്ടി എന്നെ ഇതാ തരുന്നു എന്ന് പറയുന്നവർ എഴുന്നേറ്റ് നിൽക്കുക. ഹല്ലേലൂയ. കർത്താവേ, എന്നെ ഇതാ ഒരിക്കൽ കൂടെ നിന്റെ സന്നിധിയിൽ ഒന്ന് ഏൽപ്പിക്കുകയോ, ഒരു പുതിയ ശക്തി